ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിപ്പോൾ ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെണ്ടക്ക താളിക്കണതൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അതായത് ഞാൻ വെളുത്തുള്ളി ഇടും. അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ചീരുള്ളി ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ വെളുത്തുള്ളി കുറച്ച് ചീരുള്ളിയും കൂടി ഇട്ടുകൊണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിച്ചാൽ അങ്ങനെ റെഡിയാക്കി എടുക്കുക. ഈ എണ്ണയിൽ വഴറ്റിയിട്ടാണോ നിങ്ങൾ വെണ്ടക്ക ഉണ്ടാക്കുന്നത് വെച്ചാൽ അങ്ങനെ റെഡിയാക്കി എടുക്കുക. എനിക്ക് പിന്നെ കുറച്ചുകൂടി നല്ലത് തോന്നുന്നത് വെണ്ടക്ക വഴറ്റിയിട്ടാണ്. ഇവിടെ കാക്കാക്ക് താല്പര്യമില്ല വഴറ്റിയിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ചീരുള്ളിയും അതേമാതിരി പച്ചമുളകും ചേർത്ത് കൊടുത്തു. നിങ്ങൾ ഇത്ര പച്ചമുളകൊന്നും ചേർക്കേണ്ട, കാക്കാക്ക് ഇവിടെ അത്യാവശ്യത്തിന് എരിവ് വേണം. ആകെ 3 വെണ്ടയ്ക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്നിന് മൂത്ത് വരട്ടെ. എനിക്കെന്ന് വെച്ചാൽ ഇത് മൂത്ത് വരുന്ന സമയത്ത് അത് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ കളറ് മാറും. എനിക്കത് തീരെ താല്പര്യമില്ല. ഞാൻ ഇത് താളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ഒന്ന് കോരി വെക്കുക. അതായത് ആ ഉള്ളി പിന്നെ ആ എണ്ണയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുക. എന്നാൽ പിന്നെ നമ്മൾ ആ കഞ്ഞിവെള്ളം ആയാലും പിന്നെ നമ്മൾ താളിക്കുന്ന സമയത്ത് അതിൻ്റെ കളർ വ്യത്യാസം വരില്ല. അതിന് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ് അത്. പക്ഷേ ഇവർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മൂപ്പിച്ചതിന് ശേഷമാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ സാധാരണ എന്താ ചെയ്യൽ വെച്ചാൽ ഉള്ളി വഴറ്റിയിട്ട് അത് കോരിൻ്റെ ശേഷം പിന്നെയാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കൽ. ഞാനിപ്പോൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുകാണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ആ ഉള്ളികൾ കംപ്ലീറ്റ് കൊണ്ട് കോരി എടുക്കട്ടെ. അപ്പോൾ കുറേശ്ശെ ഉള്ളികൾ അതിൽ തന്നെ എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൽ കുറഞ്ഞൊരു കളർ വ്യത്യാസം വന്നു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും താളിച്ചെടുക്കൽ. പക്ഷേ എനിക്കതിൻ്റെ ഒരു ഇതെന്താണെന്നറിയില്ല. ഇപ്പോൾ അതിന്മേലുള്ള ആ ഉള്ളി ഉണ്ടല്ലോ, അതിനിപ്പോൾ തളിച്ചിട്ട് ആകെ ആ വെള്ളത്തിൽ കളർ വ്യത്യാസം വരും. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പിന്നെ ഇങ്ങനെ താളിപ്പുണ്ടല്ലോ അതൊന്നും തീരെ താല്പര്യമില്ല. അതായത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ആ വെണ്ടക്ക അതിലിട്ടുകൊണ്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വെള്ളം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ വേവിച്ചെടുക്കുക. മുട്ട താളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതിലേക്ക് കൂട്ടാനൊന്ന് ചിക്കനാണ്, അധികം മസാലയൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുത്തതാണ്. ഉച്ചക്കത്തെ ബാക്കിയായിട്ടോ. ഉച്ചക്കത്തെ ബാക്കി പിന്നെ രാത്രി ഇങ്ങനെയുള്ള വരിക. അപ്പോൾ അതൊന്നുകൊണ്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ. അപ്പോൾ ചോറും ഇതൊക്കെ ഞങ്ങളെ വെയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കാക്ക മാത്രമേ ഉള്ളൂ തിന്നാൻ. ഞങ്ങൾക്ക് ഉച്ചക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ അതന്നെ ഞങ്ങൾ രാത്രി കഴിച്ചത്. പിന്നെ കാക്കാക്ക് അത് പറ്റൂല. ഉച്ചക്ക് കഴിച്ച ഭക്ഷണം പിന്നെ രാത്രി കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്കാക്ക് മാത്രമായിട്ടാണ് ഇത് താളിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ബാക്കിയുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കാക്ക സെപ്പറേറ്റ് ആയിട്ട് കുടിക്കുകയെങ്കിലും ചെയ്യും കേട്ടോ. നമ്മളിന്ന് ഭയങ്കര ഇഷ്ടം അങ്ങനെ താളിച്ച സംഗതികളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തണ്ടേ.